കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. അമ്പാടിയിലെ വേഷങ്ങളാണോ അതോ മറ്റേതെങ്കിലും ദശാവതാര വേഷങ്ങളാണോ ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ വരുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് സർവ്വവിഘ്നങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് നോക്കിയാൽ താഴത്ത് ആനന്ദ ശയനത്തിൻ്റെ ആ ഒരു രൂപം കാണാം. അത് കണ്ട് അതിലേ നമ്മളിങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം എഴുതാനായിട്ടിരിക്കുന്ന ആ ഒരു പീഠവും ആ കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലത് വശത്തെ നാരായണീയം എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ നിറദീപമാണ്. നിറദീപം ഇങ്ങനെ കാണുമ്പോൾ നെയ്വിളക്ക് ഇങ്ങനെ കത്തിയിട്ട് ആ ദീപം ഇങ്ങനെ കത്തി നിൽക്കുന്നു. അങ്ങനെ ആ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, അതിങ്ങനെ കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽ തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, കിങ്ങിണിയുടെ ആ നൂലുകളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ മാറത്തെ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. അതേപോലെ കൈവളകൾ കാണാണ്ട്. വലത്തെ കൈ ഇങ്ങനെ പൊന്നോടക്കുഴൽ പിടിച്ചിട്ട് ഊതാണ്. ഇടത്തെ കയ്യിൽ നോക്കുമ്പോൾ ഗോവർദ്ധനഗിരിയാണ്. ഇടത്തെ കയ്യിൽ ഗോവർദ്ധനഗിരിയായിട്ട് അങ്ങനെ പിടിച്ച് നിൽക്കുന്ന വളരെ എന്താ പറയുക, ഇതൊന്നും ഒരു വലിയ കനമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നിൽക്കുന്ന ആ ഒരു പൊന്നുണ്ണിക്കണ്ണനാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതിങ്ങനെ ആ ഗോവർദ്ധനത്തെ ശരിക്കും ആ പർവ്വതം തന്നെ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് തുളസിയുടെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ പൂക്കളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും വലിയ കാട് ഉള്ള പോലെ. അങ്ങനെ അതിങ്ങനെ ഗോവർദ്ധനം പിടിച്ച് വലത്തെ കയ്യിലുള്ള പൊന്നോടക്കുഴലുകൊണ്ട് ഓടക്കുഴൽ ഊതുകയാണ്. ആ ഒരു കാഴ്ചയാണ്. പിന്നെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. 3 തിരുമുടിമാല ഉണ്ട്. തെച്ചി തുളസി ഉള്ളതും പിന്നെ തുളസി വെളുത്ത പൂവ് തെച്ചി, പിന്നെ വെറും വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതും. അതേപോലെ ഉണ്ടമാലയും 2 ഉണ്ട്. അതും തെച്ചി തുളസിയും കൂടി ഉള്ളതാണ്. അങ്ങനെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ വേറെയുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കി നിന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ, ആ ഗോവർദ്ധനഗിരിധാരിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് തൊഴുതോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ പ്രാർത്ഥന അവിടെ എത്തും. ഗുരുവായൂരപ്പൻ കേൾക്കും. അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങിയാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും അങ്ങനെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ടു തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ടു തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മരുടെ ശരശയ്യൊക്കെ ഉള്ള സഹസ്രനാമം ജപിക്കുന്ന ആ ഒരു കാഴ്ച കാണാം.
പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കി ഉള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ഭഗവാന്റെ ആ മണിക്കിണറും ഭഗവാന്റെ നൃത്ത അറയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തിയ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അപ്പോൾ നമ്മൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ഗോവർദ്ധന ഗിരിധാരിയെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിക്കാം. അതിനുശേഷം കൂത്തമ്പലത്തിൽ വന്ന കിടാവൾക്ക് കാണാം, അതൊന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് അങ്ങനെ പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ ചെന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മുടെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.